2011 റിട്ടയർമെൻറ്റിന് ശേഷം, അതായത് ഏതാണ്ട് 33 വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തെത്തിയപ്പോൾ അടുത്തത് എന്തേ എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. കുറച്ച് സർക്കാർ ജോലിയോടൊപ്പം കുറേ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഭൂമിയിലെ കൃഷിയിടത്തിലേക്ക് തിരിയുക എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. അങ്ങനെ കൃഷിയിടത്തിലേക്ക് തിരിയുകയും വീട്ടിലാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ കറിവേപ്പ്, അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിള്, മാവ്, പനീർ ചാമ്പ, വാളംപുളി, അത്യാവശ്യത്തിന് കൊടികൾ, പിന്നീട് കാപ്പി, കുറച്ച് പച്ചക്കറി ഐറ്റംസും അതുപോലെ ട്യൂബേഴ്സായിട്ടുള്ള ചേന, ചേമ്പ്, കാച്ചിൽ, അത്യാവശ്യം മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയവ കൃഷി ചെയ്തതോടൊപ്പം തന്നെ അവക്കാഡോ എന്ന മനോഹരമായ കൃഷിയിലേക്ക് തിരിയാനുള്ള പ്രേരണ ലഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നട്ട അവക്കാഡോയിൽ നിന്നും ഇന്നിപ്പോൾ 100 കണക്കിന് അവക്കാഡോകൾ ലഭിക്കുന്നുണ്ട്, മരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. വളരെ പോഷകസമ്പന്നമായ ഈ അവക്കാഡോ വിൽപ്പന നടത്തുക എന്നതിനേക്കാൾ ഏറെ അയൽവക്കക്കാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ വിതരണം ചെയ്യുവാനുള്ള സന്തോഷം, അതാണ് മെയിനായിട്ട് ഇത് കൃഷിയിലേക്ക് വരുവാനുള്ള കാരണം. അതുപോലെ തന്നെ ഒരു തേൻ വരിക്ക, നമുക്ക് ആ വരിക്കപ്ലാവുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ഒരു തേൻ വരിക്ക അവിടെ കായ്ച്ചു നിൽക്കുന്നു. തൊട്ടടുത്ത് തന്നെ റംബൂട്ടാൻ, മനോഹരമായിട്ടുള്ള പഴങ്ങൾ ലഭിക്കുന്ന റംബൂട്ടാൻ. ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം റംബൂട്ടാൻ്റെ സീസൺ ആയിട്ടില്ല, റംബൂട്ടാൻ വളർന്നു വരുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് രണ്ടും റംബൂട്ടാൻ തന്നെയാണ് കാണുന്നത്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള തെങ്ങൻ തൈകൾ, അതോടൊപ്പം തന്നെ എൻ്റെ 60ാമത് ജന്മദിനത്തിൽ എനിക്ക് സമ്മാനമായി ലഭിച്ച ഒരു മംഗോസ്റ്റിൻ, അത് ഏതാണ്ട് ഇപ്പോൾ 10-15ഓളം കായ്കളുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. പ്ലാവുകൾ, മാവും തൈകൾ, അത്യാവശ്യമുള്ള മാങ്ങ പഴം ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. മുരിങ്ങ തുടങ്ങി ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വിശ്രമവേളയിലെ വിനോദ പ്രവൃത്തികൾ എന്ന നിലയിൽ പ്രായത്തിനെ അതിജീവിക്കുന്ന, കാരണം പ്രായമെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. പ്രായം വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായ കാര്യം, 74, 84, 90 വയസ്സായ മനുഷ്യൻ പോലും തങ്ങളാലാവുന്ന ജോലി ചെയ്ത് സന്തോഷകരമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ 55-ാം വയസ്സ് റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സങ്കടം തോന്നിപ്പോകും. അത് മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും നേരിലുള്ള വ്യവസ്ഥകൾക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തേ പറ്റുള്ളെങ്കിൽ പോലും 55 വയസ്സെന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മിഡിൽ ഏജാണ്. അവൻ ജീവിതം തുടങ്ങുന്ന സമയമാണത്. തുടർന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിരിയുക, സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുക, വാർദ്ധക്യത്തെ വളരെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് ഇത്തരം വിനോദ പ്രവർത്തികളിലൂടെ, വെറും വിനോദമല്ല കേട്ടോ, ഇത് ഏണിങ്സ് കൂടിയുണ്ട്, സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉള്ള ആഹ്വാനമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.